നിനക്ക് വിശ്വാസമാകുന്നില്ല അല്ലേ? കൊച്ചമ്മ അങ്ങനെയൊന്നും ഒരു കാര്യം ഏക്കുന്നതല്ല. നിന്റെ യോഗം കൊണ്ടായിരിക്കും അവര് സമ്മതിച്ചത്. മോനെ, ഒരമ്മയെ പോലെ അവരെ ബഹുമാനിക്കണം. ശുഷ്കാന്തിയോടെ പഠിച്ച് മിടുക്കനായി വരണം. ഞാനിനി ജീവിച്ചിരിക്കില്ല ശൈലി. ഞാൻ ആത്മഹത്യ ചെയ്യും. അതാണോ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം? പിന്നെ ഞാൻ എന്ത് ചെയ്യും? നിന്റെ അപ്പൂട്ടൻ വളരെ നല്ല ആളാണെന്നല്ലേ നീ പറഞ്ഞത്? നീ വിവരം എഴുതി അറിയിച്ചിട്ട് അയാളൊരു മറുപടി അയച്ചോ? അയാൾ ഇനി എന്നാണ് അമേരിക്കയിൽ നിന്ന് മടങ്ങി വരിക? 3 വർഷം നിനക്കത് മറച്ചു വയ്ക്കാൻ പറ്റുമോ? അതാണ് ഞാൻ പറഞ്ഞത്, പുരുഷന്മാരെ വിശ്വസിക്കരുതെന്ന്. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ അയാളെ ഷൂട്ട് ചെയ്ത് കൊല്ലുമായിരുന്നു. എന്റെ നിയന്ത്രണമില്ലായ്മ കൊണ്ടാണ് ശൈല ഇതെല്ലാം സംഭവിച്ചത്. നോ, അയാളുടെ കവിത കേട്ട് നീ മയങ്ങിയത് കൊണ്ട്, അയാൾ പറഞ്ഞത് നീ വിശ്വസിച്ചത് കൊണ്ട്. ഏതായാലും കരഞ്ഞുകൊണ്ടിരുന്ന ഇത് പരിഹരിക്കാൻ പറ്റില്ലല്ലോ. ഐ വിൽ ടേക്ക് യു ടു എ ലേഡി ഡോക്ടർ. എന്തിനെ? ഫോർ അബോർഷൻ. വാ വാ, കാരണന്മാരെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഇറങ്ങിക്കും മോനെ. ഭഗവാനെ, ഒരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോ പുറകെ വിളിക്കുന്നത് അപശകുനമാണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ മോളെ? ഓഹോ, നീ അമ്പലത്തിൽ പോയി പ്രസാദം കൊണ്ടുവന്നതല്ലേ? എന്നാ അത് പറയണ്ടേ? അവൾ എങ്ങനെയാ പറയുന്ന അമ്മവ? അത് ശരിയാ. ആ കൊടു കൊടു. ഈശ്വര, മോനെ പോവാ. വാ, ദക്ഷിണ കൊടുക്കും മോനെ. ഇനി നമസ്കരിക്കേ. ദൈവം നല്ലത് വരുത്തട്ടെ. ഇരിക്കൂ. അപ്പോ ഞാനങ്ങോട്ട് പോയിക്കൊള്ളൂ. വരട്ടെ മോനെ. കൊച്ചമ്മേ, ഞാൻ എന്താ വിളിക്കേണ്ടേ? എന്നെ ആന്റിന്ന് വിളിച്ചാ മതി. ഈ 2 വീണ? അത് ഞാൻ പഠിച്ച വീണ. ഇത് എന്റെ ഗുരു എനിക്ക് സമ്മാനിച്ചത്. ഒന്ന് ചോദിച്ചോട്ടെ, ആന്റി എന്താ വളരെ കാലമായിട്ട് വീണ വായിക്കാറില്ലെന്ന് പറഞ്ഞത്? ആസ്വദിക്കാൻ ആളില്ലെങ്കിൽ സംഗീതം മുരടിച്ചു പോവും. സണ്ണിച്ചായന് സംഗീതത്തോട് തീരെ താല്പര്യമില്ല. അതുകൊണ്ട് വളരെ കാലമായി ഞാൻ വീണ വായിക്കാറേ ഇല്ല. അതൊക്കെ എന്റെ സ്വന്തം കാര്യം. നമുക്ക് തുടങ്ങാം.